അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എളാമ പറഞ്ഞ ആ ഒരു വാക്കിന് മുമ്പിൽ അവൻ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. എളാമയുടെ മുഖത്തേക്ക് നോക്കി. എളാമ, അതേടാ, ഞാൻ ഇന്നൊന്നിലും കാണൽ തുടങ്ങിയതല്ല എൻ്റെ ദുരിതമൊന്നും. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എൻ്റെ കുട്ടി തീരുമാനം എടുത്തേ മതിയാവൂ. ഞാൻ എൻ്റെ സ്വന്തം എനിക്ക് ആൺകുട്ടികളില്ല, എന്നാലോ എനിക്ക് പെൺകുട്ടികളേ ഉള്ളൂ. പക്ഷേ എനിക്കുള്ള ആൺകുട്ടികൾ ഇതാ നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ മൂന്നാൾ എൻ്റെ ആൺകുട്ടികൾ തന്നെയാണ്, അല്ലാന്ന് ഒരിക്കലും പറയില്ല. എൻ്റെ അമ്മക്കുള്ള അതേ വേദന എനിക്കുണ്ട്. അത് ഉണ്ടാവുമല്ലോ. ഞാനും ഓളും ചോരും ചോരിയാണ്. ഏട്ടത്തി അനിയത്തിമാരുള്ള സ്നേഹബന്ധം എന്താ എനിക്കറിയില്ലേ? ഓല മക്കൾക്ക് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ സ്വന്തം മക്കൾക്ക് പറ്റുന്നത് പോലെ തന്നെയാണ്. എൻ്റെ പൊന്നാര നവാസേ, ഞങ്ങളൊക്കെ കൊഞ്ചിക്കുന്ന കുട്ടിയായിരുന്നു നീ. ആദ്യത്തെ കൺമണിയാണ് നീ. അപ്പം അതിൻ്റേതായിട്ടുള്ള സ്നേഹം പരിഗണനയൊക്കെ നൽകിയിട്ടാണ് എന്നെ വളർത്തിയത്. അപ്പം അതിൻ്റേതായ വേദന ഞങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് പറയണത്. എളാമാൻ്റെ കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചോളി. പിന്നെ പറഞ്ഞിട്ട് ഫലം ഉണ്ടാവില്ല. എളാമ, ഞാൻ എന്താടാ ജീവിതത്തിൽ അങ്ങനെ എത്രയോ ആളുകൾ ചെയ്യണേ. നീ കരുതി കൂട്ടി ഒരു പെണ്ണുണ്ടായിക്കൊണ്ട് അങ്ങനെ ചെയ്യില്ലല്ലോ. ഇപ്പം എൻ്റെ ഫൈസൽ ഏട്ടനെ തന്നെ ആലോചിച്ച് നോക്കിയേ. ഓനെന്തായിരുന്നു ഓൻ്റെ കഥ? ഓൻ്റെ കഥ എന്ന് വെച്ചാൽ നല്ലൊരു പെണ്ണുണ്ടായിട്ടാണ് ഓൻ അവർ പ്രവർത്തിക്ക് ഇറങ്ങിയത്. അതുപോലെയാണോ ഇപ്പോൾ ഇത്? ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ പൊന്നു കുട്ടിയെ. ഓനെന്ന് വെച്ചാൽ അത് ഓൻ്റെ ഒരു ബുദ്ധിമോശം, അങ്ങനെ പോൻ ഇടങ്ങാറായി കിടക്കുകയാണ്. അത് വേറെ കാര്യം, പോട്ടെ, ആ വിഷയം നമുക്ക് സംസാരിക്കണ്ട. എൻ്റെ കുട്ടിൻ്റെ ജീവിതത്തിൽ അത്രക്കും ബുദ്ധിമുട്ടും പ്രയാസവും ആ കാട്ടിക്കൂട്ടലും ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അത് പോരെ നിനക്ക് മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ? എന്തുകൊണ്ടും എൻ്റെ നവാസ് ഇപ്പോൾ അത് അത്യാവശ്യം അയക്കണ്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തേ ഓളെ ഈ കണ്ടിക്കണോ ശരിക്ക്? അത് ഇളമ, എനിക്ക് എന്താടാ ഒന്നുമില്ല. എൻ്റെ മക്കളോള് നോക്കണില്ലേ? മക്കൾക്കൊക്കെ ഓളെ ഇഷ്ടപ്പെട്ടും ചെയ്തിക്കണേ. അങ്ങനെ തന്നെ വേണ്ടിയത്. അല്ലാതെ എളാമാരെന്നൊക്കെ പറയുമ്പോഴേ കുറച്ചൊക്കെ പുതിയാപ്പിളിനെ മാത്രം സ്വീകരിക്കണവരല്ല വേണ്ടത്. അവരുടെ മക്കളെ കൂടി പരിഗണിക്കാനുള്ളൊരു മനസ്സ് വേണം. സംഭവം അങ്ങനെ ആകുമ്പോൾ നല്ലതാവും മോനെ, നല്ലീനായിരിക്കും ഒക്കെ. ഉമ്മാൻ്റെയും ഷമ്മാസിൻ്റെയും നുസൈബൻ്റെയും ഒരു ഉംറക്ക് പോക്ക്, നിങ്ങളങ്ങോട്ട് വരവ്, ഫസീലാൻ്റെ തെറ്റിപ്പോൾ ഒക്കെ നല്ലീനായിരിക്കും. അതാ ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഇഞ്ഞെങ്കിലും സമാധാനത്തോടൊരു ജീവിതം അത് അത്യാവശ്യമല്ലേ. അവളെ കാട്ടിക്കൂട്ടിന് കൊണ്ടല്ല എൻ്റെ പൊന്നാര നവാസേ. അല്ലാതെ എളാമ മോനെ, നിനക്ക് കുറ്റബോധം ഉണ്ടോ? എന്തിനാ നീ തെറ്റ് ചെയ്തിക്കണമെങ്കിൽ കുറ്റബോധം ഉണ്ടാവുള്ളൂ. നീ തെറ്റ് ചെയ്തിട്ടില്ല അല്ലേ? ചെയ്യാത്ത കുറ്റത്തിന് എന്തിനാ മോനെ നീ കുറ്റബോധം? അതല്ല പിന്നെന്താ, ഓളെ വിചാരിച്ചിട്ടാണോ? എൻ്റെ ഒരു ഫസീല, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നീ അവളെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പം പിന്നെ എന്നെ വിട്ടോളൂ പോയി മറ്റാൾക്കാരെ കൂടെയാണ്. ഇനി ഓളെ ഈ മനസ്സിൽ വെച്ചിരിക്കുക പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോട് പുച്ഛം തോന്നാണ്. എനിക്ക് താല്പര്യമില്ല എൻ്റെ പൊന്നു മോനെ. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോ. ഏഴാമത് ദേഷ്യത്തോടെ അത് പറഞ്ഞു. അത് അങ്ങനെയല്ല, എൻ്റെ മക്കൾ പറഞ്ഞല്ലോ, മക്കൾക്ക് അവളും ഇഷ്ടമുണ്ട്. മക്കൾ കാര്യം എടാ, ഞാൻ എൻ്റെ കുട്ടീനോട് പറയാം. പാവപ്പെട്ട ഒരു ഫാമിലിയാണ്, 3-4 പെൺകുട്ടികളാണ്. ഈ ഒരു കുട്ടി കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ മറ്റുള്ള കണ്ട് ഇറങ്ങുള്ളൂ. ഓൾക്കിപ്പോൾ അതാണ് വേദന, മറ്റുള്ള കല്യാണം വരായിട്ടില്ല. പക്ഷെ സാമ്പത്തികമായിട്ട് ഇവൾ പറ്റ മോശമാണ്, അതെനിക്കറിയാം. അതൊന്നും വേണ്ട, അത് നോക്കണ്ട. സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൻ്റെ മോനക്കുന്ന വിഷയം എനിക്ക് നന്നായിട്ട് അറിയാം. അത് എളാമ ഉമ്മയോട് ചോദിക്കാതെ ഞാൻ ഒന്നിനുമില്ല. എൻ്റെ പൊന്നു മോനെ ഇപ്പോൾ കെട്ടണമെന്ന് ഞാൻ പറയണില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോയിട്ടിപ്പോൾ ഞാൻ പറയട്ടെ അവരുടെ കാര്യമൊന്ന്. അല്ല, അതൊക്കെ വലിയ പ്രശ്നമാവില്ല എളാമ. എൻ്റെ പൊന്നാര ചെക്ക, നിനക്ക് എന്താ ഇത്ര അധികം പേടി? എന്ന് താത്താനോട് വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറയട്ടെ. വിളിച്ചിട്ട് പറഞ്ഞിട്ട് മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല. കാരണം ഒരു പരിശുദ്ധമായ സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ടെൻഷനുള്ള ഓരോ വാക്കുകളൊക്കെ പറഞ്ഞു വിട്ട് ഓൾക്ക് ആകെ ടെൻഷനായി ഇടങ്ങാറാവൂല്. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയണില്ല. ഉമ്മാൻ്റെ കുട്ടീനോട് ഞാൻ എന്താ പറയണ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കുട്ടിക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗദയെ കൊണ്ടാണ്ട് നിക്കാഹാണ്ട് കഴിപ്പിക്കണമെന്നേ. എന്തേ സൗദനെ ഈ സ്വീകരിക്കൂലേ? ഓളെ കൊണ്ട് എനിക്ക് ഞാൻ അപ്പോൾ ആ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾ ഇവിടെ തന്നെയാണ്. ഒന്ന് കുട്ടിയായ കാലത്ത് തന്നെ ഞങ്ങളുടെ വീടൊക്കെ എടുത്തേക്കണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളോളെ കാണുന്നുണ്ട്. ആ കുട്ടീൻ്റെ കാര്യത്തിലുണ്ടാവും ഒരു സ്വഭാവത്തിൽ എന്ത് ഹെൽപ്പിന് വേണ്ടെങ്കിലും വരും. നല്ല മോളാണ്, അതാണ് എനിക്ക്. പിന്നെ അനിയത്തിമാരുണ്ട്, അനിയത്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഓലൊക്കെ പിന്നെ ഒരു
പക്ഷേ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പാവാണേ. അത്രക്കും ഒരു നല്ലൊരു സ്വഭാവവും ഒരു സ്നേഹമുള്ള പെൺകുട്ടിയാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എളാമാൻ്റെ കുട്ടിക്ക് കുറച്ചെങ്കിലും ഒന്ന് ആലോചിച്ചുകൂടെ ഇതിനെക്കുറിച്ചൊന്ന്? എൻ്റെ മക്കളെ ഇത് വിചാരിച്ചിട്ടെങ്കിലും. നവാസ് എളാമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, എളാമ്മ നിങ്ങൾ ഉമ്മയോടും ചോദിച്ചു നോക്ക്. എളാമ്മയുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷം. അപ്പോൾ ഓൻ്റെ മനസ്സിൽ അത് ഇഷ്ടപ്പെട്ടേക്കണേ. എതിർത്തൊന്നും പറയണമെന്നില്ല, ഞാൻ കെട്ടൂല, എനിക്ക് വേണ്ടതൊന്നും പറയണമെന്നില്ല. ഓനക്കും എൻ്റെ മക്കളെ സംരക്ഷിക്കണം, അതാണ് മെയിന്. അപ്പോഴും അവൻ പറഞ്ഞു, എളാമ്മ അത് മക്കളെ, ആ മോനെ മക്കളൊക്കെ നോക്കും. അങ്ങനെയാണെങ്കിൽ ഉമ്മയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ശരിക്കും പറഞ്ഞാൽ നവാസിൻ്റെ മനസ്സിൽ സൗദ കയറി കൂടിയോ എന്തെന്നറിയില്ല. അവന് ഉമ്മയുടെ കാര്യം ചോദിക്കുവാൻ വേണ്ടി പറയുന്നു. അന്ന് തന്നെ എളാമ്മ ഉമ്മാക്ക് വിളിക്കുന്നു. ഓളിപ്പോൾ ഉമ്ര കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ മദീനത്തേക്ക് പോയിക്കണം, എന്താ വന്ന് വിളിച്ച് നോക്കട്ടെ, മെസ്സേജ് അയച്ചിടാം. എന്നാൽ പിന്നെ ഓളെ സൗകര്യത്തിന് കേട്ടോളൂ. ഇതിപ്പോൾ ഇങ്ങനെ വിളിക്കണൊക്കെ സമയത്ത് ഏതൊക്കെയൊന്നും പറയാൻ പറ്റൂല, എവിടേക്കാണോ എങ്ങനെയൊക്കെയാണോ. അതൊക്കെ തൽക്കാലം മെസ്സേജ് അയച്ചിട്ടാലേ ഓലോളെ സൗകര്യത്തിന് നോക്കിയിട്ട് അതിനുള്ള റീപ്ലൈയും കാര്യങ്ങളൊക്കെ തന്നോളും. അങ്ങനെ എളാമ്മ ഫോൺ എടുക്കുന്നു താത്താക്ക് മെസ്സേജ് അയക്കുവാൻ വേണ്ടിയിട്ട്. ഹലോ, താത്ത അസ്സലാമു അലൈക്കും, എന്തൊക്കെ ഉംറ എത്തണം ചെയ്തു? പിന്നെന്തൊക്കെ സുഖല്ലേ? നാട്ടിലേക്ക് വരാനിപ്പോൾ എന്താ ഒരു മാസമൊക്കെ പിടിക്കുമോ? പിന്നെ നവാസും കുട്ടികളും ഇവിടെ ഉണ്ട് കേട്ടോ, ഓൻ അവിടെ പോയി, ഞാൻ ഇങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞു. താത്ത പിന്നെ എന്നോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാലേ, നമ്മളെ നവാസിൻ്റെ സ്ഥിതിഗതികളൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷന്. സത്യം പറഞ്ഞാൽ മക്കളും തന്നെ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ സൗദൻ്റെ കാര്യം, നമ്മളെ തൊട്ടടുത്തുള്ളേ ആ കുട്ടികളെ സൗദ വന്നെടുക്കുമ്പോൾ കുട്ടികളെ കരച്ചിൽ മാറ്റും, അതേപോലെ ഓളേറ്റ് നല്ലതുമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും നുസൈബാൻ്റെ ഒപ്പം ഇങ്ങനെ കഴിഞ്ഞാലോ അല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തൊക്കെ തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിക്കണേ. താത്ത എന്താ എൻ്റെ വർത്താനം, ഇതൊന്ന് അതിനൊരു റീപ്ലൈ കൊണ്ടാ. അതായത് എൻ്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹം ഞാൻ എന്നോട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ ഒന്ന് എന്തായാലും റീപ്ലൈ കൊണ്ടിട്ടാ. നമ്മുടെ നവാസിൻ്റെ കാര്യത്തിൽ സൗദിനെ കൊണ്ടാണ് ഉറപ്പിച്ചാലോ. അങ്ങനെ മെസ്സേജ് അയക്കുന്നു. ഇനി ഓൾ കാണുമ്പോൾ എപ്പോഴാ വെച്ചാൽ അതിൻ്റെ റീപ്ലൈയും കാര്യങ്ങളൊക്കെ തരട്ടെ, അതേപ്പം നടക്കുള്ളൂ. മറ്റെങ്കിലേ വിളിച്ചാൽ ഇപ്പം കിട്ടൂല, എന്തായാലും മണ്ടില്ല. എനിക്കിതിൻ്റെ മനസ്സിൽ തോന്നിയത് നവാസിൻ്റെ കാര്യത്തിൽ ആ ഒരു തീരുമാനം അന്ന് താത്താൻ്റെ പറഞ്ഞാൽ താത്താക്ക് താല്പര്യമുണ്ട്, പക്ഷേ നവാസൊന്നും പറയാത്തതുകൊണ്ട് എന്തൊക്കെ തന്നെയാലും ഇപ്പോൾ ഓനക്ക് ഏറ്റവും നല്ല ദുനിയാവിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ പറയപ്പെട്ട സൗദ മാത്രമാണ്. ഓനക്കനുസരിച്ചൊരു പെണ്ണ്, ഒരാളോടൊരു ഏറ്റവും ഇല്ല, എന്നാൽ ഏറ്റവും ഒരു ശബ്ദം ഉയർത്തി സംസാരിക്കുക, ഒരാളെ ചീത്ത പറയുക, ഇടങ്ങാറാക്കുക, ബുദ്ധിമുട്ടാക്കുക, അങ്ങനത്തതൊന്നും ആ കുട്ടിക്കില്ല. ഏഷണിയും പരദൂഷണം പറിച്ചിലും അങ്ങനെ ഓളോളെ പണി എന്തും കഴിഞ്ഞ് ബാത്തും കാര്യമായിട്ട് അങ്ങനെ നടക്കുന്നത് നല്ലൊരു പെൺകുട്ടിയാണ്. ടൈലറിങ്ങും അത്യാവശ്യത്തിന് ഓളെ കാര്യത്തിന് പൈസ ഉണ്ടാക്കാനും ഓള് ടൈലറിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ഓരോരുത്തരും ഇഷ്ടമല്ല. ഇനിയിപ്പോൾ നവാസിന് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാമൊന്നും കുഴപ്പമില്ല. നല്ല മോളാണ്. ഞാനൊക്കെ നല്ലൊരു എന്തെങ്കിലും കടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തർ കൊണ്ടുപോയി കൊടുത്താൽ അത് ആ കുട്ടി പഠിച്ചതുകൊണ്ട് അതിമെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും കിട്ടണതാവും ഞാൻ വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും. എന്തായാലും അതൊക്കെ തന്നെയാണ് സൗദിനെ കുറിച്ച്, വേറൊന്നും പറയാനില്ല. എളാമ്മ വളരെയധികം സന്തോഷത്തിലാണ്, വളരെയധികം ഹാപ്പിയിലാണ്. അന്നതാ അവരുടെ വീട്ടിൽ നിന്ന് എന്തോ ഒരു സ്പെഷ്യൽ കൂട്ടാനുണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നു. താത്ത, റജിത്താത്ത, ആരാ? സൗദേ മോളെ, എന്നെ കുറിച്ച് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഇപ്പോൾ. എന്ത് താത്ത? ഇത് മോളെ, ഇത് ഞങ്ങൾ വീട്ടിലത്തെ പിലാമലുണ്ടായ ഇടിച്ചൊക്കെയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഒന്ന് റജിത്താത്താവും കുറച്ച് കൊണ്ടുപോയി കൊടുത്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്നതാണ് മോളെ. അതൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഇങ്ങോട്ട്. അതിനെന്ത് താത്ത, ഉമ്മാക്കേ 10 മണിക്കൊരു കഞ്ഞിക്ക് എപ്പോഴും കൂട്ടാൻ ഉണ്ടാക്കുന്നൊരു സന്തോഷമാണ്. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കി കൂട്ടി നോക്കി. ആയിക്കോട്ടെ മോളെ, സന്തോഷം. അങ്ങനെ സന്തോഷത്തോടെ. എന്ത് താത്ത എന്നെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? അല്ലേ കുട്ടികളൊക്കെ എന്നോട് ഇങ്ങോട്ട് അടുത്തത്. അതെന്താ, നമുക്ക് നമ്മളെ മക്കളെ പോലെ തന്നെ അല്ലേ. എന്തായാലും ഓലമ്മ വേഗം തിരിച്ചു വരട്ടെ. എനിക്ക് സത്യം പറഞ്ഞ താത്ത ഓല കാര്യത്തിൽ നല്ല സങ്കടം ഉണ്ട് കേട്ടോ, കുട്ടികളുടെ കാര്യത്തിലേ. എന്നോട് ഇങ്ങനെ പറയും, ഞങ്ങൾ ഉമ്മച്ചിനി വരൂല താത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴേ അപ്പം ഞാൻ പ്രാർത്ഥിക്കണം എന്താ വെച്ചാൽ ഒരുമ്മ തിരിച്ചു വരട്ടെ. അവർക്ക് എന്തൊക്കെ തന്നെ ഒരു പെറ്റുമ്മ തന്നെയല്ലേ ഏറ്റവും നല്ലത്. അവർ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കണത്. മോളെ അതൊന്നും സാരില്ല, എൻ്റെ കഥ ഒന്നും പറയണ്ട. എന്ത് താത്ത? അല്ല ഒന്നുമില്ല, ഇതിപ്പോൾ ഇങ്ങോട്ട് അല്ല താത്ത ചൂടോട് കൂടി കൂട്ടിക്കോളി.
ആ ആയിക്കോട്ടെ മോളെ, എന്നാൽ ഞാൻ പാത്രം കണ്ടു കൊടുത്ത്. ആ അത് സാരല്ല. അങ്ങനെ അതാ അവൾ തിരിച്ചു പോകുന്നു. മോനെ, മോനെ നവാസ്. ഉമ്മ നവാസിനെ വിളിക്കുന്നു. ആ ഇത് നോക്ക്. ഇതെന്തുമ്മ? ഇത് ഇടിച്ചക്ക കൂട്ടാനൊക്കെയാണല്ലോ. ആഹാ, കുറേ കാലമായല്ലോ ഇതൊക്കെ തിന്നിട്ട്. പണ്ടൊക്കെ ഉമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ മോനെ തിന്നോ, കുറച്ച് ചൂടുള്ള കഞ്ഞിയും കൂടി വിളമ്പട്ടെ. എളാമ്മ, കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കാലത്രായി, എന്നാലും ഈ കൂട്ടാൻ കണ്ടപ്പോൾ ചെറിയൊരു പൂതി. അങ്ങനെ അത് ചൂടോട് കൂടി കഞ്ഞിയും വിളമ്പി ആ ഒരു കൂട്ടാനും കൂട്ടിക്കാണ്ട് അതാ നവാസ് കഞ്ഞി കൊടുക്കുന്നു, കുട്ടികൾക്കും കോരി കൊടുക്കുന്നു. എളാമ്മ അസലായിട്ടുണ്ട്, നല്ല രുചിൻ്റെ എളാമ്മ. നാളെയും കൂടി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെക്കണം കേട്ടോ. പൊന്നു മോനെ, അത് ഞാൻ വെച്ചതല്ല കേട്ടോ. പിന്നെ അത് അപ്പുറത്ത് വിട്ടത് സൗദ കൊണ്ടു തന്നാടാ. സൗദ, ആ ഒരു പേര് കേട്ടപ്പോൾ നവാസിൻ്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഒരു ചിന്തകൾ കയറിക്കൂടി. എന്താടാ ഒന്നും പറയാത്തത്? രസല്ലേ? ആ, അവർ കൊണ്ടുതന്നാണല്ലേ. അപ്പം എന്താ, ടേസ്റ്റ് പോയോ? ഹേയ് അതല്ല സൗദ. ആ ഒരു പേര് അവൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചു കുലുക്കി. എന്താണെന്നറിയില്ല, ഇതുവരെ ഒരാളോടും സ്നേഹത്തെക്കുറിച്ചോ പ്രേമത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ഫസീല, അതായിരുന്നു മനസ്സിൽ മാത്രം. അവൾ എന്തൊക്കെ തന്നെ ചെയ്താലും അവളുടെ ഭാഗം മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ, മറ്റൊന്നും. പക്ഷേ അവൾ പതുക്കെ പതുക്കെ എന്നിൽ നിന്നകന്നു. എന്നെ എൻ്റെ മക്കളെയും ഉപേക്ഷിച്ചു. റബ്ബേ, എന്നോട് നീ പൊറുക്ക്. എന്താ നവാസേ നീ ഒന്നും മിണ്ടാത്തത്? കഴിച്ചോ? സ്റ്റോപ്പ് ചെയ്യുന്നു വേണ്ട പഠിച്ചോനെ, ഞാൻ പറഞ്ഞതാണോ പ്രശ്നമായത്? മോൻ കഴിക്ക്. അവനത് കഴിച്ചു. എളാമ്മ, ആ എന്താടാ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ട് ഇപ്പോൾ തുറന്ന് പറഞ്ഞോട്ടോ. കാരണം ഇതെന്ന് വെച്ചാൽ വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ലോകം തന്നെയാണ്. നമ്മൾ ശരിക്കും കണ്ടറിഞ്ഞ് കണ്ടുപിടിക്കുക തന്നെ വേണം. പിന്നെ എന്തൊക്കെ തന്നെയായാലും പടച്ചോന് ഉണ്ടല്ലോ മുകളിൽ, അവന് വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ. ഇതൊരു പക്ഷേ ആദ്യം തന്നെ നിൻ്റെ ജീവിതത്തിൽ തീരുമാനിച്ചതായിരിക്കും പടച്ചറബ്, നമ്മളെ മാറ്റിയിട്ട് മാറൂലല്ലോ. നവാസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. മോനെ, ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ടെങ്കിൽ ഓക്കെ, പിന്നെ എൻ്റെ ഉമ്മാൻ്റെ റീപ്ലൈയും കൂടി ഇങ്ങോട്ട് കിട്ടട്ടെ കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. അല്ലാതെ ഇപ്പോൾ ഇതിങ്ങനെ ശരിയാവില്ല. കുറേ ആയി ഇപ്പോൾ ഇതിങ്ങനെ ഇടങ്ങാറാവില്ല തുടങ്ങിയിട്ട് ഒരു ആവശ്യമില്ലാതെ. എന്തൊക്കെ തന്നെയായാലും ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ ഉമ്മ എന്താ പറഞ്ഞേക്കണെന്നുള്ളത്. എളാമ്മ വേഗം അതാ ഫോണെടുത്ത് ലോക്ക് തുറന്നു. ആ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. എന്താവും പറ്റുമോ എന്താ അറിയുമെന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ആ പിന്നെ റജിയെ, അന്റെ ഇഷ്ടം പോലെ എന്താ ചെയ്യടി? എന്താ പറഞ്ഞത്? ഓനോട് നീ പറഞ്ഞ് സമ്മതിപ്പിച്ചു നോക്ക്. എത്ര കാലം എന്റെ കുട്ടിക്ക് ഒറ്റപ്പെട്ട് നിൽക്കണേ. എന്റെ കുട്ടിക്ക് ഉണ്ടാവില്ല ഒരു ആഗ്രഹം. ഓനും നല്ലൊരു ആണല്ലേ, 2 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കാലകാലം വയസ്സന്മാരെ ഇപ്പോൾ നിൽക്കാൻ പറ്റും? ഓന്റെ ജീവിതം നന്ന് ഇപ്പൊ തന്നെ യുവത്വമാണ്. ഈ ഒരു സമയത്തല്ലേ പെണ്ണുങ്ങൾക്ക് വേണ്ടിയത്. എന്താ എന്റെ റജി ഞാൻ ഈ കാട്ടി എനിക്ക് അറിയണില്ല. ഓന്റെ മനസ്സിൽ ഇനി ഓളുണ്ട് തോന്നിപ്പോഴും ഫസീല എന്തൊക്കെയാ നമുക്ക് കാട്ടിച്ചിട്ട് നീ വേറെ ഒന്നിനും പോകാൻ വേണ്ടിയിട്ട് ആർക്കറിയാം. ഈ എങ്ങനെയെങ്കിലും ഓനോട് പറഞ്ഞ് ശരിയാക്ക്, ഇങ്ങനെ ജീവിച്ചാൽ പറ്റൂല, മക്കളെ നോക്കാം. എന്നും പാരുണ്ടാവില്ല, എന്നും ഈ ഉണ്ടാവോ? ഇല്ല. എന്റെ നുസൈബ് ഉണ്ടാവോ? ഇല്ല. പിന്നെന്ന് വെച്ചാൽ ഞാൻ പ്രായമായി തുടങ്ങി, ഏത് സമയവും എന്റെ കാര്യം പോക്കാണ്. അപ്പോ എന്തൊക്കെ തന്നെയാലും അല്ല, പിന്നെ മരണത്തിന്റെ കാര്യമൊക്കെ പഠിച്ചോണ്ടിരുത്തണ്ട. അത് ആരാ എന്താ എന്നാന്നൊന്നും ഇല്ല. എന്നാലും എന്റെ കുട്ടി ഒന്ന് പറഞ്ഞ് ചോദിച്ചു നോക്കി മനസ്സിലാക്കും. ഓനെ കൊണ്ട് അത് സമ്മതിപ്പിച്ചാളി. എന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാനോട് വന്നിട്ട് നമുക്ക് നിക്കാഹ് വെച്ചിട്ട് കൊണ്ടുവരാൻ കുട്ടിനെ. അതല്ലേ നല്ലത്. നോക്ക് ജീവിതത്തിൽ ഒരാളെ പോളും. എന്നാൽ ശരി റജിയെ, പിന്നെ ഞങ്ങൾ ഉംറയൊക്കെ ചെയ്ത് റാഹത്തായി മദീനത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഷാമും പറഞ്ഞ് നമുക്ക് കുറച്ചും കൂടി സ്ഥലമൊക്കെ കാണാൻ പോകാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എടി നുസി ആദ്യമായിട്ട് കാണല്ലേ, ഓൾക്കും ഉണ്ടാവില്ല ആഗ്രഹം. ആയിക്കോട്ടെ, എന്തായാലും റാഹത്തോട് കൂടി ദ്വാ ചെയ്യും. പറഞ്ഞ കാര്യത്തിലൊക്കെ ദ്വാ ചെയ്ത് എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം ദ്വാ ചെയ്തിട്ടുണ്ട്. പഠിച്ചോനെ എന്തെങ്കിലും ഒരു തീരുമാനം കൊണ്ട ഫൈസലിന്റെ കാര്യം നവാസിന്റെ കാര്യം കാര്യത്തിൽ ഒക്കെ ഞാൻ എല്ലാ വസിയത്തും ഒക്കെ ഇവിടെ പറഞ്ഞ് ഏൽപ്പിച്ചതൊക്കെ ഇവിടെ ദ്വാ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മദീനത്തേക്ക് പോകും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട്. എന്നാൽ ശരി, എങ്ങനെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടോ. എങ്ങനെയെങ്കിലും എന്റെ മനസ്സൊക്കെ നീ കയറ്റി കൊടുക്ക് ഓളെ, എന്നാൽ പിന്നെ റെഡി ആയിക്കോളും. വലിയ ലോങ് ഉള്ളൊരു മെസ്സേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്പീഡ് കൂട്ടിയാണ് കേട്ടു. അപ്പോൾ താത്താക്ക് സമ്മതമാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഇനി നവാസിനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ളതാണ്. നവാസേ മോനെ. ആ ഇളമ്മ, പിന്നെ എൻ്റെ ഉമ്മ വോയിസ് കിട്ടിക്കണ്, ഞാൻ അങ്ങോട്ട് കൊടുത്തിന് റീപ്ലൈ കിട്ടിയിരിക്കണ്. അതായത് എൻ്റെ ഉമ്മ പറഞ്ഞത് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കാനാണ്. എത്രയെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുട്ടീനെ അങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ എനിക്ക് സമ്മതം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഓലെ വീട്ടുകാരോട് പോയി കാര്യം പറയട്ടെ. അങ്ങനെ താല്പര്യമുണ്ടോ, അങ്ങനെ
അന്നൊരു പറഞ്ഞ കാര്യമാണല്ലേ നമുക്ക് കണ്ട് റെഡി ആക്കിയാലോ ഒന്ന് പറയട്ടെ, എന്താ നിൻ്റെ അഭിപ്രായം? നവാസ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പറയടാ, ഇതിൽ നീ മടിച്ചിരിക്കാൻ പാടില്ല. ഇത് നിൻ്റെ ജീവിതമാണ്. ജീവിതം തിരഞ്ഞെടുക്കേണ്ട ആൾ നീ തന്നെയാണ്. നീ പറ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടതെന്നൊക്കെ. ഉമ്മാക്ക് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാണ്. മതി, ഇന്നാണ് ഈ ആൺകുട്ടിയായത്. മതി, ഇനി ഒന്നും പറയണ്ട. എളാമ പ്രശ്നമൊന്നും എന്ത് പ്രശ്നം എൻ്റെ കുട്ടിയെ? എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ളത് അനക്കില്ലേ? ഒരാളെന്തിനെ പേടിക്കണേ? ഒന്നുമല്ലേ, ഒരു കാര്യമില്ലാതെ അവൾ കേസ് കൊടുക്കും, അതാണ്. കേസ് എന്താ എനിക്ക് പേടിയാ? എനിക്ക് ക്യാഷില്ലേ, നമ്മളെ ഭാഗത്തുനിന്ന് വക്കീലിനെ ഉണ്ടാക്കണം, അതങ്ങോട്ട് ഒഴിവാക്കി വിടണം. നഷ്ടപരിഹാരക്കോട് ചോദിക്കും, പക്ഷേ കോടതി ഇപ്പം എന്തൊക്കെ തന്നെയാലും പെണ്ണുങ്ങളെ ഭാഗത്തായതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ ഒഴിവാക്കണം. എന്തിയെ എന്നാലും വെച്ചുകൊണ്ട് നിൽക്കരുത് അങ്ങനെ ഒരെണ്ണത്തിനെയൊന്നും. മനസ്സിനും ശരീരത്തിനും കേടുണ്ടാക്കണേ ഒന്നിനെ, അതുകൊണ്ട് ഒഴിവാക്കി ആ ഭാഗം കൊണ്ട് ഒഴിവാക്കി വിടണം എൻ്റെ പൊന്നാര നവാസേ. അത് കേട്ടുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മോള് വരുന്നത്. അതെ, ഫസീലയുടെ അതേ മുഖമുള്ള ആ പൊന്നുമോൾ ഉപ്പയെ ദയനീയമായി നോക്കുന്നു. ഉപ്പ എന്താ, ഉമ്മച്ചി വരുമോ? ആ ഒരു വാക്കിന് മുമ്പിൽ നവാസ് തളർന്നു പോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മക്കളെ വരി, എളാമ അവരെ വിളിച്ചു. മക്കളെ, ഉമ്മച്ചി ഇനി വരില്ല. നിങ്ങൾക്ക് ഏത് ഉമ്മച്ചിനാണ് വേണ്ടത്? ഞങ്ങൾക്ക് ഞങ്ങൾ ഉമ്മച്ചിനെ. അല്ല, നിങ്ങൾ ഉമ്മച്ചി നിങ്ങളെ ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ടല്ലേ പോയത്. ആ, അത് കുറച്ച് ശരിയാവില്ലേ? ആ മോൾക്ക് അവരുടെ ഉമ്മച്ചിനെ തന്നെയാണ് ഇഷ്ടം തോന്നുന്നു. അതെ ഉമ്മമ്മ, നമുക്ക് അപ്പം ഏത് ഉമ്മച്ചിനെ എടുക്കാൻ പറ്റുമോ? മോളെ, നല്ല ഉമ്മച്ചിമാരെ നമുക്ക് വേണം. അങ്ങനെയല്ല എൻ്റെ കുട്ടികളെ ഭക്ഷണം തരാനും കുട്ടികളെ കുളിപ്പിക്കാനും കുട്ടികളെ നോക്കാനൊക്കെ നമ്മളെ കുഞ്ഞുവാവയൊക്കെ നോക്കണ്ടേ? ആ, കുഞ്ഞാവയെ നോക്കണം. കുഞ്ഞാവയെ അന്ന് ഉമ്മച്ചി വലിച്ചെറിഞ്ഞു കാറിലേക്ക്. അല്ലാ, നവാസിന് അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി. മോളെ വേണ്ട. എന്താ നവാസി കേട്ടത്, ശരി തന്നെയാണോ? അത് അവൻ എപ്പോഴും അവളുടെ ഭാഗം തെറ്റുകൾ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് നിൽക്കുന്നു. എന്തൊക്കെ തന്നെയായാലും എൻ്റെ മക്കളെ പറ്റിയല്ലേ അവളെ പറ്റി വെറുതെ അങ്ങ് പറഞ്ഞു നടക്കുന്നത് അവനക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു. നവാസേ, ആദ്യം എൻ്റെ മനസ്സാണ് നന്നാക്കേണ്ടത്. എൻ്റെ മനസ്സ് ആദ്യം ക്ലിയർ ആക്കണം. അനക്ക് തീരുമാനിക്ക വേണമെങ്കിൽ നിനക്ക് കാലാകാലം ഫസീലയുടെ ഓർമ്മയിൽ ജീവിക്കണോ, അതോ നിൻ്റെ ജീവിതത്തിലേക്ക് നല്ലൊരു പെണ്ണ് കയറി നല്ല ദാമ്പത്യ ജീവിതം നിനക്ക് നയിക്കണോ? അത് നീ തീരുമാനിക്കണം. അല്ലാതെ ഈ ഒരു പെണ്ണിനെ കെട്ടിയിട്ട് മറ്റേ പെണ്ണിനെ മനസ്സിൽ വെച്ച് നിൽക്കുന്ന സ്വഭാവം അതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ അവരോട് പറയണമില്ല. ഇല്ലടാമ്മ, ഒരാളെയും വെറുതെ കുറ്റപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ആയിക്കോട്ടെ, പിന്നെ ഒന്നും ഓക്കെ അല്ലേ? ഒന്നും പറയാനൊന്നുമില്ലല്ലോ? ഉമ്മമ്മ, ഞാൻ പറഞ്ഞ ഉമ്മച്ചിയെ നമുക്ക് തരുമോ? ഏതുമ്മച്ചി? അത് ആ വീട്ടിലത്തെ ഉമ്മച്ചി എനിക്ക് നല്ല ഇഷ്ടമാണ്. കുഞ്ഞാവന് നല്ല ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞ റജിന എളാമ്മ ചിരിച്ചു പോയി. മോനെ നവാസ്, കേട്ട് കൊടുക്കടാ, കേട്ട് കൊടുക്ക്. എൻ്റെ ഈ കൊച്ചു മോളാണ് ഈ പറയണത്. കണ്ടില്ലേ, ഓരോ കുട്ടികൾക്കും അറിയാം ഓരോരുത്തരോട് നല്ല രീതിയിൽ പെരുമാറുന്ന സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെയല്ലേ ആ കുട്ടി പറഞ്ഞത്. ഇനി ഒന്നും ആലോചിക്കാനില്ല കേട്ടോ, മക്കൾക്ക് വരെ ഇഷ്ടപ്പെട്ട കേസാണിത്. നവാസ് പുഞ്ചിരിച്ചു. എളാമക്ക് ഏറെക്കുറെ സന്തോഷമായി. ഇനിയെങ്കിലും ഒന്ന് റാഹത്തോട് കൂടി ഒന്ന് കല്യാണം നടത്തണം. കുറേ ദിവസമായി ഞാൻ അതിന് വിചാരിക്കുന്നു. കുറേ ദിവസമായി ഫസീല അവനെ കളിപ്പിക്കണം. ഓളെ കളി ഒന്ന് നിർത്തണം. ഇത് കൺമുമ്പ് കൂടെ അങ്ങനെ നടന്നു പോണ് കാണണം. ഓൾക്ക് മാത്രമല്ല ഇവിടെ ആണുങ്ങളെ കിട്ടുക, നവാസിന് വേറെ പെണ്ണുങ്ങളെ കിട്ടുന്നേ എനിക്കൊന്ന് തെളിയിച്ചും കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങിയത്. റജിന രണ്ടും കൽപ്പിച്ചുകൊണ്ട് അതാ മോനെ നവാസേ, ഒന്ന് ഇളവൻ പോയി തരട്ടാ. മക്കളെ ചെറുതിനെ കൊണ്ടായി എൻ്റെ അടുത്തേക്ക് വരൂല കുട്ടികൾ ഓലത്തേക്കല്ലേ പോരുള്ളൂ. ഇളമ്മ നിങ്ങൾ പോയി വരെ. മോനക്ക് സമ്മതല്ലേ? മോനക്ക് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? എൻ്റെ കുട്ടീൻ്റെ ഭാവി വിചാരിച്ചിട്ടാണ് ഞാൻ, മക്കളെ വിചാരിച്ചിട്ടും കേട്ടോ. അങ്ങനെ അതാ സന്തോഷത്തോടു കൂടി റജിന അയൽവാസിയുടെ വീട്ടിലേക്ക് പോരുന്നു. ഇത് റജിന താത്ത വന്നിക്കണേ. ആ താത്ത ഇങ്ങോട്ട് കയറിക്കോളി. അവർ 4 പെൺകുട്ടികളും അവരെ സ്വീകരിക്കുന്നു. റജിയെ, ഇജ് പാത്രമായിട്ട് പോരും ഇങ്ങോട്ട്. അത് വല്ല ആരെയും വരുമ്പോൾ കൊടുത്തേച്ചാൽ പോരെ, അതിനെന്താ താത്ത?
നല്ല രസമുണ്ട് കേട്ടോ ഇടിച്ചൊക്കെ കൂട്ടാൻ. ആരാ വെച്ചത്? വെക്കണ ആളൊക്കെ ഇത് ഇവളെന്നല്ലേ? സൗദാണ് വെച്ചത്. ഓൾക്കാണ് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക്. ഓൾക്ക് വേഗം പണി കഴിക്കണം, വൃത്തിയിലൊക്കെ എല്ലാം ചെയ്യണം. അങ്ങനെയാണ് ഓളുണ്ടാവുമ്പോൾ എനിക്ക് സുഖമാണ്. ഞാൻ ചിലപ്പോൾ അപ്പുറത്തത്തെ വീടൊക്കെ ഒന്ന് അടിച്ചൊരു തടുക്കാനൊക്കെ ഒന്ന് പോകലുണ്ട്. നിങ്ങളോടൊക്കെ പിന്നെ അങ്ങനെ വല്ല സൗദനല്ലേ വരല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പണി ഏറെ ഉണ്ടെങ്കിലൊക്കെ ഓല് വിളിക്കും. ചിലപ്പം കാട് വെട്ടും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ പോയി കൊടുക്കും. എന്തെങ്കിലുമൊക്കെ പിന്നെ നോമ്പും പണിക്കൊക്കെ സഹായിക്കാനും അതിനൊക്കെ. പിന്നെ സൗദ എന്ന് വെച്ചാൽ അവിടുത്തെ ആളല്ലേ, എൻ്റെ ആള്. ആ എന്തൊക്കെ തന്നെയായാലും സൗദനെ എൻ്റെ കുടുംബത്തേക്ക് എനിക്ക് കൊണ്ടുവരാൻ നല്ല ആഗ്രഹമുണ്ട് താത്ത. റജിയെ എന്തൊക്കെയാണ് ഈ പറയണത്? ഞമ്മക്ക് അതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലല്ലോ. നമ്മളെ മക്കളും നമ്മളും ഇങ്ങനെ പണിയൊക്കെ എടുത്ത് സഹായിച്ച് ഇങ്ങനെയൊക്കെ ജീവിക്കുക. അല്ലാതെ ഇപ്പോൾ നമുക്ക് ആര് പറഞ്ഞു താത്ത? ഓരോരുത്തരും ഓരോ സമയമുണ്ട്. ഓരോ സമയവും നേരെ ആകുമ്പോൾ പടച്ച റബ്ബിനൊരു വഴി കാട്ടിത്തരുന്ന് പറഞ്ഞാൽ വെറുതെ അല്ലല്ലോ. പൊന്നാര താത്ത അങ്ങനോട് പറയാനുള്ളത് എനിക്ക് നമ്മളെ സൗദനെ എൻ്റെ ഏട്ടത്തിൻ്റെ കുട്ടീനെ കൊണ്ടൊന്ന് ആലോചിച്ചാലോ. എൻ്റെ ഏട്ടത്തിൽ നാൾ വന്നില്ലേ എന്നാണ് എൻ്റെ മനസ്സത്തെ ആഗ്രഹം. പിന്നെയെന്ന് വെച്ചാൽ മക്കളായിട്ട് ഓള് വലിയ അല്ലാ അങ്ങനെ ഞാൻ ചോദിച്ചു നോക്കണം കേട്ടോ. ഓളെ മനസ്സ് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. കാരണം ഇനി കുട്ടികളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓള് എപ്പോഴും പറയണ്ട അനിയത്തിയാളെ കല്യാണം ഉണ്ടായിക്കോളെ. അതിനും വേണ്ടേ കുറച്ച് ഇറക്കാൻ കുറച്ച് പൈസ. അതൊന്നും ഇങ്ങനെ ആകാതെ നിർത്തിയിരിക്കണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഓരോ ഇഷ്ടം അതുപോലെ ഓളോട് ഞാൻ പറഞ്ഞു നോക്കാം ഒന്നിട്ടോ. മോളെ സൗദ, ആ ഉമ്മ ഇതപ്പോൾ വരുന്നു. ഓളെ അങ്ങോട്ട് കുളിക്കാൻ കയറി ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞു. ആ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നിപ്പോൾ അവിടെ അടിച്ചൊരു തുടക്കാമെന്ന് നീ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ തുടക്കാം. അത്രയൊന്നും. സൗദ ഓടി വന്നു. ആ താത്ത ഇരിക്കി എന്താ നിൽക്കണത്? മോളെ ഒരു കാര്യം പറയാനാണ് താത്ത ഇങ്ങോട്ട് വന്നത്. എൻ്റെ സമ്മതത്തിന് വേണ്ടിയിട്ടാണ്. എന്താ രജി താത്ത? എന്താ നോമ്പിൻ്റെ പണി എടുക്കാനായോ? ഞാനങ്ങനെ ഇപ്പം തന്നെ വരാം. അല്ല മോളെ എൻ്റെ കുളിയെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഈ അതിന് നിൽക്കണ്ട. അത് നമുക്ക് രാവിലെയാണ് തുടങ്ങുക, അതായിരിക്കും നല്ലത്. അല്ല കുഴപ്പമില്ല താത്ത, അതിനെന്താ? കുറച്ചും കൂടി നേരത്തെ പറഞ്ഞാൽ എനിക്ക് നേരത്തെ വരായിരുന്നു. അതൊന്നല്ല, അത് നമുക്ക് എടുക്കാക്കാൻ പറ്റൂലല്ലോ. എന്നല്ലേ അവിടെ വന്ന് സഹായിക്കലും ഇതൊക്കെ. മോളെ പിന്നെ മാളിൻ്റെ മേലത്തെ റൂമും കാര്യങ്ങളും അതൊക്കെ ഓൾണ്ടാകുമ്പോൾ അടിച്ചു. ഞാൻ അവിടെ കയറലും ഇല്ല, അവൾക്ക് തിരിയലും ഇല്ല, എന്നെക്കൊണ്ട് കഴിയൂല. ഞാൻ അങ്ങനെ വിചാരിക്കും ഈ കുട്ടികളൊക്കെ അവിടെ എടുത്തുള്ളത് വല്ലാത്തൊരു ഭാഗ്യമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ റജിനാക്ക് അത് സൗദിയോട് എങ്ങനെ നേരിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും അവളുടെ പ്രതികരണം എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഉമ്മയോട് പറഞ്ഞ് ഞാനാണ് പോട്ടെട്ടോ മോളെ, ഞാൻ വെറുതെ തന്നെ കാണാൻ. അതെന്താ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ മോളെ, നിൻ്റെ കൂട്ടാൻ വെച്ചതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ആ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. നാളെ ഉപ്പ കുറച്ച് ചേമ്പിൻ്റെ താളും ചേമ്പും ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിക്കണ്. അത് നാളെ ഉണ്ടാക്കാം അല്ലേ ഉമ്മ? ആ ഓളല്ലെങ്കിൽ ഉണ്ടാക്കിയാൽ നല്ല രസമാണേ. ഉമ്മാക്ക് എങ്ങനെയെങ്കിലും അവളോട് ആ കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ റജിനയുടെ മുമ്പിൽ വെച്ച് അത് പറയണ്ട എന്നും വിചാരിച്ചു. എന്നാൽ താത്ത ഞാൻ അങ്ങോട്ട് പോട്ടെ. പിന്നെ അവിടെ മക്കൾ ഉറങ്ങിക്കണം. ഇപ്പോൾ ചെറുത്, വലുത് പിന്നെ ഓരോ പണ്ടപ്പങ്ങ് നിൽക്കുന്നുണ്ട്. ഓന് കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നുമില്ല. ഓനെന്ന് വെച്ചാൽ ഓൾക്ക് അവിടെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളല്ലോ. ഇടയ്ക്കൊന്ന് പോയിട്ട് അവിടെയൊക്കെ ഒന്ന് നോക്കി വരിക. പിന്നെ ഗൾഫിലും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അതുകൊണ്ട് വല്ല പണിയെന്ന് വെച്ചാൽ ഇല്ല, എന്നാലും ചിലപ്പോൾ ഒരു കണക്കും കാര്യങ്ങളും അതൊക്കെ ചെയ്യാണ്ടാവും. അങ്ങനെയൊക്കെയാണ്, അല്ലാതെ പ്രത്യേകിച്ചൊന്നും. അപ്പോൾ ഓനിപ്പോൾ പോയിട്ട് ഉച്ചൻ്റെ ശേഷം പോവുമായിരിക്കും. എന്താലേ ആ മക്കൾക്ക് വലിയൊരു ഇഷ്ടമാണ് ഇവരെ. ആ അതന്നെ എന്താ ചെയ്യുക, ഇമ്മാർ ഒപ്പമില്ല. ഞാൻ പിന്നെ മക്കൾ ആരെങ്കിലുമൊക്കെ അല്ലാതെ പോയിരുന്ന ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടിട്ടോ. ഓൾക്ക് കുട്ടി ഉണക്കണമെങ്കിൽ ഞാൻ കുറച്ച് പൊടി വിറക് വെക്കാൻ വേണ്ടി നിന്നിരുന്നു. ഓനെ വല്ലാതെ അങ്ങോട്ട് ഭക്ഷണമൊന്നും കഴിക്കൂലേ. അങ്ങനെ ആകുമ്പോൾ പിന്നെ പാലിൽ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ അത് എന്നാൽ ഞാൻ പോട്ടിട്ടാ താത്ത. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. അങ്ങനെ റജിന താത്ത അവിടെ നിന്നിറങ്ങി ഉമ്മയും മറ്റൊരു ഭാഗത്തേക്ക് പോയി. എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ അതാ ഉപ്പയോട് കാര്യം പറയുന്നു. അന്ന് ഉപ്പാക്ക് ഉച്ചവരെ പണിയുള്ളായിരുന്നുള്ളൂ. കൈയും കാലുകളൊക്കെ കഴുകി ഫ്രഷായി അദ്ദേഹം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അകത്തേക്ക് വന്നു. അതെ പിന്നെ ആ പറവണ്ണെ, നീ കുറേ നേരമായല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെ മോള് സൗദ എന്തൊക്കെ തന്നെയായാലും 23 വയസ്സ് നമ്മളെ കുട്ടിക്കായില്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ പറയൂ. അതെ അവിടുത്തെ റജിന ഉണ്ടല്ലോ,
റെജിനാൻ്റെ ഏട്ടത്തിൻ്റെ മോണ്ട്. ഓൻ്റെ പെണ്ണുങ്ങളെ സ്വഭാവമൊന്നും ശരിയല്ലായിട്ട് ഓള് പൊയ്ക്കണ്, മക്കൾ രണ്ടെണ്ണുണ്ട്. അപ്പോൾ ഓനെക്കൊണ്ട് നല്ല മോനാണ് മോനെ അങ്ങനെ പറഞ്ഞു കേട്ടത്. ഓനെക്കൊണ്ട് നമ്മളെ സൗദനെ കണ്ട് കെട്ടിച്ചാലോ? എന്താടി ഈ പറയണത്? കുട്ടികളും മക്കളൊക്കെ ഉള്ള ഓനെക്കൊണ്ട് നമ്മളെ കുട്ടീനെ അത് ഒഴിവാക്കിക്കണോ ആ ബന്ധം? അതൊക്കെ അറിയാതപ്പോൾ നമ്മളെങ്ങനെ? എനിക്കൊന്നും പറയണ്ടായിട്ടില്ല. എൻ്റെ കുട്ടികൾ എവിടെയും പോയി ഇടങ്ങാറാകരുത്, അതേ ഉള്ളൂ എനിക്ക്. ഒന്നും ഉണ്ടാവില്ല. ഓരമ്മ നല്ലൊരു മനുഷ്യത്തിയാണ്, നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ് ഓലമ്മ. എനിക്ക് നന്നായിട്ട് അറിയാലോ. നിങ്ങളെന്തിനാ വിഷമിക്കണേ? അല്ല, വിഷമിക്കൊന്നുമില്ലടി, ശരിയാണ്. നമ്മളെ മക്കളങ്ങ് നിർത്തിയിട്ടും വലിയ കാര്യമില്ലല്ലോ. സാരില്ല, മക്കളുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എന്താ ചെയ്യുക? ഓൾക്കും 10-23 വയസ്സായില്ലേ. ചെറുപ്രായക്കാരൊന്നും കിട്ടൂലല്ലോ. പിന്നെ +2 വരെ പഠിച്ചിട്ടുള്ളൂ. ഡിഗ്രി പഠിക്കാൻ തന്നെ ഓൾക്ക് പൂതി ഉണ്ടായിട്ട് അത് കംപ്ലീറ്റ് ആക്കാനും കഴിഞ്ഞില്ല. അത് സാരില്ല. പിന്നെ മോളോട് ചോദിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് നടത്താം. എന്നാലേ താഴെയുള്ളവരൊക്കെ ഒന്നാണ് പോവുള്ളൂ. അല്ലെങ്കിൽ ഇവളിങ്ങനെ മൂത്ത കുട്ടി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളാണെങ്കിൽ ഇളയറ്റങ്ങളെ കെട്ടിക്കണമില്ല, ആ ഒരു അവസ്ഥയാണ്. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞാണ്ട് കേട്ടോ, പവനിപ്പോൾ 60 വില, 60ൻ്റെ മേലെ. അപ്പോൾ ഒരു പവൻ തയ്ച്ചു കൊടുക്കാൻ നമ്മളടുത്തില്ല. ഓളെ കാതിലുള്ള ആ ഒരു പറ്റ്, ആ ഒരു മാല, അതും ഓള് കൊടുത്താണ് റെജിന. ഓരോ കൊല്ലത്തെ നോമ്പിൻ്റെ സമയത്തൊക്കെ ഓളിവിടെ പണിയെടുക്കാനൊക്കെ പോണല്ലേ. അപ്പോൾ റെജിന ഒരു പവൻ്റെ മാല കഴിഞ്ഞ പ്രാവശ്യം കൊടുത്താണ്. അതിൻ്റെ 9 പ്രാവശ്യം ഒരു കമ്മൽ വാങ്ങിക്കൊടുത്താണ്. അതൊക്കെ അല്ലാതെ നമ്മളെ കുട്ടിക്ക് ഒന്നുമില്ലല്ലോ. ഒരു കൈച്ചേൻ ഇട്ടെടുക്കാൻ എനിക്ക് പോതിണ്ട്. അതിന് എൻ്റെ അടുത്തുള്ള പൈസ തയ്യോ അറിയില്ല. സത്യമായിട്ടും ഇക്ക, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കല്ലേ. നല്ല മനുഷ്യന്മാരാണെങ്കിലേ പണ്ടും പൈസ ഒന്നും ഒരു ചോദിക്കൊന്നുമില്ല. അതിൻ്റെ പേരിലല്ലേ നമ്മളെ മക്കളെ കല്യാണമൊക്കെ മുടങ്ങിയത്. അല്ലാതെ നമ്മളെ കുട്ടികൾ ഭംഗിയില്ലായിട്ടില്ലല്ലോ. പഠിച്ചവനക്ക് സൗന്ദര്യം നമ്മളെ മക്കൾക്ക് വാരിക്കോരി കൊടുത്തിക്കണ്. പക്ഷേ സാമ്പത്തികം കൊടുത്തില്ല, നല്ല വീട് കൊടുത്തില്ല. അതിൻ്റെ പേരിൽ മക്കളിവിടെ നിൽക്കേണ്ടി വന്നു. എൻ്റെ പെണ്ണെ, ഈ ഒന്ന് ചോദിച്ചു നോക്ക് ഓളോട്. ഇങ്ങനെ മക്കളുള്ള കാര്യം ഒക്കെ നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഓളെ സമ്മതമാണെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ നാളെ തന്നെ അവനക്ക് കൈ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ കുട്ടിനെ ഏൽപ്പിച്ച് കൊടുക്കാൻ തയ്യാറാണ്. ഓലമ്മയൊക്കെ ഉംറക്ക് പോയതാണ്, അത് കഴിഞ്ഞിട്ടായിരിക്കും. എന്തായാലും വേണ്ടിയില്ല, നീ ഓളോട് പറഞ്ഞു നോക്ക്. ആ പിതാവിൻ്റെ മനസ്സിലും ചെറിയൊരു സന്തോഷം ഇല്ലാതില്ല. കാരണം മകളെ ഒരാളെ പിടിച്ച് ഏൽപ്പിക്കാൻ പോവാണ്. എൻ്റെ മകള് ഒരുപാട് കാലമായി കഷ്ടപ്പെടുന്നു. ആ ഒരു കഷ്ടപ്പാടിൽ നിന്ന് ഒരു മോചനം വേണം. അതുമാത്രമല്ല, ഒരു ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം അതും അവൾക്ക് ലഭിക്കണം. അതാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ എല്ലാ മക്കളെക്കാളും ഒന്നും കൂടി പാവാണ് എൻ്റെ സൗദ. ഒരു പാവം പെണ്ണ്, എന്നാലോ വീട്ടിക്ക് മതിയേനും. അല്ലാ നീ കാക്ക്. ആ പിതാവ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തായാലും അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിക്കോ ഇൻഷാ അല്ലാ. എന്നിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരു പക്ഷേ ഒരാളാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഒക്കെ അങ്ങോട്ട് ഇറങ്ങിക്കോളും. ഒരാൾ ഡിഗ്രിക്കല്ലേ, ഒരാൾ +2 അല്ലേ, പിന്നെ ചെറുതല്ലേ കുറച്ച് സ്കൂളിൽ പഠിക്കണത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല, ഓളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ ആൾ. അങ്ങനെ വിവാഹം കഴിച്ച ആളാണ്, മക്കളുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംഭവം. എല്ലാത്തിനും നമ്മളെ മോള് ഓക്കെ ആണെങ്കിൽ ഓക്കെ. പിതാവിന് സന്തോഷം മനസ്സിൽ വരുന്നു. അല്ലാ റബ്ബേ, എന്തൊക്കെ തന്നെയാലും ആ ഒരു വീട്ടുകാരി, ആ റെജിന എന്ന വീട്ടുകാരി നല്ലൊരു സ്ത്രീയാണ്, നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. പലപ്പോഴും വിഷമഘട്ടങ്ങളിൽ ക്യാഷ് തന്നായിട്ടും സാധനങ്ങൾ തന്നും സഹായിക്കുന്നത് അവർ തന്നെയാണ്. അവർ തന്നെ എൻ്റെ മോൾക്കൊരു കല്യാണം, അതും അവരുടെ സ്വന്തം കുടുംബത്തിലേക്ക്. പക്ഷേ അവരൊക്കെ നല്ല വലിയ ടീമല്ലേ, വലിയ കുടുംബങ്ങളും വലിയ ടീമും പൈസക്കാരുമാണ്. നമ്മളീ പാവപ്പെട്ട ചെറ്റക്കുടിൽ നിന്നൊക്കെ അവരൊരു പെൺകുട്ടിയെ ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ അറിയുന്നില്ല. അതൊക്കെ നമ്മൾ യോജിക്കോ റബ്ബേ? അതായിരുന്നു പിതാവിൻ്റെ ചിന്ത. കാരണം ഞങ്ങൾ പാവങ്ങളാണ്, പാവങ്ങളെ പണക്കാരുടെ വീട്ടിലേക്ക് ഒരു പണക്കാരൻ കെട്ടിക്കൊണ്ടുപോയാൽ എങ്ങനെയിരിക്കും? പഠിച്ചോനെ നീ കാക്ക്. ആ പിതാവ് ഹൃദയം പൊട്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാ ഖൈറാണെങ്കിൽ ഇത് ശരിയാക്കിക്കൊണ്ട, അതല്ല എൻ്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ് രീതിയിൽ ഷർറാണെങ്കിൽ റബ്ബേ നീ ഒഴിവാക്കിക്കൊണ്ട. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും സൗദയുടെ മറുപടി? എന്തായിരിക്കും അവൾ പറയുക? 2 മക്കളുള്ള നവാസിനെ കൊണ്ട് തന്നെ കല്യാണം ആലോചിക്കുന്നു എന്നറിയുമ്പോൾ എന്തായിരിക്കും അവളുടെ പ്രതികരണം? അവൾ സമ്മതിക്കുമോ ഇല്ലയോ?
നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ അവൾ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അങ്ങനെയാണെങ്കിൽ നവാസിൻ്റെ ജീവിതത്തിൽ നല്ലൊരു സന്തോഷം വന്നു ചേരും. ഒരാൾക്ക് വേണ്ടി ഒരുപാട് ദുഃഖം അനുഭവിച്ച ആളാണ് നവാസ്. ഇനിയെങ്കിലും അവൻ്റെ ജീവിതം സന്തോഷത്തിലാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.